മേഘയാണ്. ഡ്രൈവിംഗ് പഠിക്കുന്നവർ ആദ്യ ക്ലാസ്സുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. എന്നാൽ ഒരാൾ ഡ്രൈവിംഗ് പഠിക്കാൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് ഡ്രൈവിംഗ് ക്ലാസ് തുടങ്ങുന്നത് എന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മേഘയാണ്. മേഘ പോയിക്കൂടെ നമുക്ക്? അല്ലേ, ഞാൻ വണ്ടിയെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് പോകണമെങ്കിൽ എന്താക്കണം? വണ്ടി ഹാൻഡ് ബ്രേക്ക് അല്ല, ന്യൂട്രൽ ആക്കണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്താക്കണം? ന്യൂട്രൽ ആക്കണമെങ്കിൽ എന്തൊക്കെ ചവിട്ടണം? ബ്രേക്കും ക്ലച്ചും ചവിട്ടണം. അറിയാലോ എന്തിനാണ് ബ്രേക്ക് ചവിട്ടുന്നത്? വണ്ടി ഉരുണ്ട് പോവാതിരിക്കാനാണ് എന്ത് ചവിട്ടുന്നത്? ബ്രേക്ക്. ക്ലച്ചോ? ഗിയർ ബോക്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചവിട്ടുന്നത്? ക്ലച്ച്. അപ്പോൾ ക്ലച്ചും ബ്രേക്കും ചവിട്ട്. എന്നിട്ട് എന്താക്കുക? ന്യൂട്രൽ ആക്കുക. ന്യൂട്രലാണ് വണ്ടി എന്ത് ചെയ്യുക? സ്റ്റാർട്ടാക്കുക. ഒന്നും കൂടി തിരിക്കണം അല്ലേ? സ്റ്റാർട്ടായി. വിട്. താക്കോല് വിട്ടേക്കണം. താക്കോല് തിരിച്ചത് ഉടനെ എന്ത് ചെയ്യണം? താക്കോല് വിട്ടേക്കണം. അപ്പോൾ എൻജിൻ കറങ്ങി തുടങ്ങി അല്ലേ? എൻജിൻ കറങ്ങി തുടങ്ങിയാൽ ഗിയർ ബോക്സിലെ ഗിയർ എന്ത് ചെയ്യും? കറങ്ങും. അപ്പോൾ ഗിയർ ബോക്സിലെ ഗിയറിൻ്റെ കറക്കാൻ നിർത്താൻ എന്ത് ചവിട്ടണം? ക്ലച്ച് താഴോട്ട് ചവിട്ടും. ഏത് ഗിയർ ഇടണം? ഫസ്റ്റ് ഗിയർ ഇടണം. ഫസ്റ്റ് ഗിയറിലേക്ക്. ഇനി ക്ലച്ച് എന്ത് ചെയ്യണം? കാലെടുക്കുന്നതിന് മുന്നേ ഈ വണ്ടി ഉരുണ്ട് പോകാതിരിക്കാൻ ഒരു ബ്രേക്ക് ഉണ്ട്. എന്ത് ബ്രേക്കാ? ഹാൻഡ് ബ്രേക്ക്. ഇനി എന്ത് വേണം? റൈറ്റ് ഇൻഫർമേഷൻ കൊടുക്കണം. ഇൻഡിക്കേറ്റർ റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുക. താഴോട്ട് സ്റ്റിയറിങ് തിരിക്കുന്ന ഭാഗത്തേക്കാണ് എന്തിടുക? ഇൻഡിക്കേറ്റർ. അത് ഓണായിട്ടില്ല. ഇൻഡിക്കേറ്റർ ഓണായിട്ടില്ല. ഒന്നും കൂടി ഇൻഡിക്കേറ്റർ. ഇനി റൈറ്റ് സൈഡിലുള്ള മിററിൽ നിങ്ങൾ നോക്കണം. നോക്കിയോ? വണ്ടി ഉണ്ടോ? ഇല്ല. അപ്പോൾ ക്ലച്ചിൽ പതുക്കെ കാലെടുക്കുക. ആ സമയത്ത് സ്റ്റിയറിങ് നമ്മുടെ റോഡിന് പുറത്തല്ലേ ഉള്ളത്. അപ്പോൾ സ്റ്റിയറിങ് പതുക്കെ ഒന്ന് അങ്ങോട്ടേക്ക് അനക്കുക. ഇവരുടെ നിൽക്കുന്നുണ്ട്. ഒന്നും കൂടി. ഓക്കെ, അധികം തിരിക്കണമെന്നില്ല. ഇനി റോഡിലേക്ക് കയറിയ പടനെ അതിൻ്റെ മുഖം എന്ത് ചെയ്യുക? സ്ട്രെയിറ്റ് ചെയ്യുക. കുറച്ച് അങ്ങോട്ട് പോയത് കൊണ്ട് അതിനെ റീകറക്റ്റ് ചെയ്തു, സ്ട്രെയിറ്റ് ചെയ്തു. കണ്ടില്ലേ? ഫസ്റ്റ് ഗിയറിലാണ് നമ്മൾ പോകുന്നത് അല്ലേ? ഫസ്റ്റ് ഗിയറിൽ പോകുന്ന വണ്ടീനെ എന്താക്കണം? സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റണമെങ്കിൽ സെക്കൻഡ് ഗിയറിൻ്റെ വേഗതയിലേക്ക് ആക്സിലേറ്ററിൻ്റെ വേഗത വർദ്ധിപ്പിക്കണം. ആക്സിലേറ്റർ കൊടുക്ക്. പ്രസ് ചെയ്ത് പോട്ട്. ഇനി ആക്സിലേറ്ററിൻ്റെ മേലെ നിന്ന് വിരൽ പതുക്കെ മേലോട്ട് പൊന്തിക്ക്. ഇനി ക്ലച്ച് താഴോട്ട് ചവിട്ടുക. സെക്കൻഡ് ഗിയർ ഇങ്ങോട്ട് ഇങ്ങനെ പിടിക്കും. സെക്കൻഡ് ഗിയർ കറക്റ്റ്. താഴോട്ടേക്ക് വലിക്ക്. ക്ലച്ചിന്ന് പതുക്കെ കാലിങ്ങെടുക്കുക. ക്ലച്ചിന്ന് കാല് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്തു. എടുത്തോ. അപ്പോൾ രണ്ടാമത്തെ ഗിയറിലാണ് ഇപ്പം വണ്ടി പോകുന്നത്. 2-ൽ പോകുന്ന വണ്ടീനെ നമുക്ക് ഇനി എന്താക്കണം? 3-ന്റെ വേഗതയിൽ എത്തിക്കുക. ആക്സിലേറ്റർ അല്ലേ? ഇനി ആക്സിലേറ്ററിന് മേലെ നിന്ന് വിരൽ പതുക്കെ ഉയർത്തും. ക്ലച്ച് പതുക്കെ താഴോട്ടേക്ക് ചവിട്ടുക അല്ലേ? തേർഡ് പതുക്കെ മേലോട്ട് ഉയർത്തി. തേർഡ് അത്ര വേഗത്തിൽ ഇടൂല, കുറച്ച് പതുക്കെ ഇടുവേ. ക്ലച്ചിന്ന് കാല്. വീണ്ടും ക്ലച്ചിന്ന് കാല്. ഇനി എന്ത് കൊടുത്തു തുടങ്ങുക? ആക്സിലേറ്റർ കൊടുത്തു തുടങ്ങും. വളരെ ദൂരം നോക്കും. മാക്സിമം ദൂരം നോക്കും. ഇതൊക്കെ ചെറിയ കർവാണ്, ചെറിയ വളവുകളാണ്. അപ്പോൾ സ്റ്റിയറിംഗ് എന്തേ ഉള്ളൂ? വളരെ ചെറുങ്ങനെ അനക്കാനേ ഉള്ളൂ അല്ലേ? നമ്മൾ 3-ലാണ് പോകുന്നത്. റൈറ്റിലോട്ട് പോകുന്നത്. വളരെ ദൂരം നോക്കോട്ടെ. സ്ട്രെയിറ്റ് ചെയ്യും. 3-ൽ പോകുന്ന വണ്ടി നമുക്ക് എന്താക്കണം? 4-ാമത്തെ ഗിയറിലിടും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വേഗത വർദ്ധിപ്പിച്ചില്ലേ? ആക്സിലേറ്റർ അങ്ങ് വിട്ട് ക്ലച്ച് താഴോട്ട് ചവിട്ടി. ഏത് ഗിയർ ഇടുക? 4th. നേരെ താഴോട്ട്. ക്ലച്ചിന്ന് പതുക്കെ കാലിങ് എടുക്കുക. ക്ലച്ചിന്ന് പതുക്കെ കാല് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്തു. 4-ാമത്തെ ഗിയറിലാണ് പോകുന്നത് അല്ലേ? 4-ൽ പോകുമ്പോൾ എത്ര വേഗത വേണം? 4-ന്റെ സ്പീഡ് എത്രയത്? ഒരു 30 മേലെ 40 കിലോമീറ്റർ സ്പീഡെങ്കിലും വേണം അല്ലേ? അതില്ലാതെ കൊണ്ടാണ് വണ്ടി ചെറുതായിട്ട് എന്താകുന്നത്? വൈബ്രേഷൻ ആകുന്നത്. ഇനി ആക്സിലേറ്റർ വിട്ടില്ലേ? ആക്സിലേറ്റർ വിട്ട് ബ്രേക്കിൻ്റെ അടുക്ക കാല് വരട്ടെ. എന്തിനായിരിക്കും ബ്രേക്കിൻ്റെ അടുക്ക കാല് വരാൻ പറഞ്ഞത്? ഇറക്കായതുകൊണ്ടാണല്ലേ? വളവ് ചെറുങ്ങനെ അങ്ങോട്ട് അല്ലേ? വളരെ ചെറിയൊരു ഇറക്കമാണ് അല്ല, ചെറിയൊരു വളവാണ്. അപ്പോൾ സ്റ്റിയറിംഗ് പതുക്കെ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ അനക്കുക ചെയ്യുക. കണ്ടില്ലേ? നമ്മൾ 4-ാമത്തെ ഗിയറിലാണ് പോകുന്നത് അല്ലേ? ഒരു ജംഗ്ഷനാണ്. അത്ര വേഗതയിൽ പോകാൻ ശ്രമിക്കണ്ട. നല്ല ക്ലച്ച് താഴോട്ട് ചവിട്ട്. നല്ല 3rd ഗിയറിലേക്ക് ആ വണ്ടീനെ മേലോട്ടേക്ക് ഉയർത്തിക്കുക. ഗിയർ ലിവർ 3rd ഗിയറിലേക്ക് ഉയർത്തി. 3rd കറക്റ്റ്. വേഗത ഒന്ന് കൺട്രോൾ ചെയ്തോന്നേ. ക്ലച്ചിന്ന് കാല് പതുക്കി എടുത്ത് മാറ്റിക്കും. ഇറക്കാണ്. കാലടിയുണ്ട് ബ്രേക്കിൽ വെച്ചിട്ടില്ലേ? അപ്പോൾ 3rd ഗിയറിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഓക്കെ, വളരെ ദൂരം നോക്കുക. ചെറിയ കർവാണ്. ഇടത് കൈ കൊണ്ട് പതുക്കെ അനക്കുക. അങ്ങനെ അനക്കുക.
ആക്സിലേറ്റർ കൊടുത്ത് പോട്ടെ. ഇനി അങ്ങോട്ട് കയറ്റാണ്, എന്ത് കൊടുക്കണം? വണ്ടിക്ക് തള്ളണമെങ്കിൽ എന്ത് കൊടുക്കണം? ബ്രേക്കല്ല, ആക്സിലേറ്റർ കൊടുക്കണം. എന്ത് കൊടുക്കണം? പവർ കിട്ടണം. അത് കിടന്ന് ആക്സിലേറ്ററിൻ്റെ മേലെ റൈറ്റിലേക്ക് പതുക്കുക, വളരെ ദൂരെ നോക്കുക, ആക്സിലേറ്റർ കൊടുക്കുക. നമുക്ക് ഈ വണ്ടി ഒന്ന് നിർത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? നിർത്തണമെങ്കിൽ നമ്മൾ ഇവിടെയല്ല, ഇവിടെ സ്ഥലമില്ല, പോട്ടെ. ആക്സിലേറ്റർ കൊടുക്ക്, ഞാൻ പറയാം, കൊടുക്ക്, ഇവിടെയും കൊടുക്കുക, ആക്സിലേറ്റർ കൊടുക്കുക. അടുത്ത ഒരു നല്ല സ്ഥലം കാണുമ്പോൾ നമ്മൾ നിർത്തുക കേട്ടോ. ആക്സിലേറ്റർ കൊടുക്കുക, ആക്സിലേറ്റർ കൊടുക്കുക. ചെറിയൊരു സ്പേസ് അവിടെ ഉണ്ട്, വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടേണ്ട വെച്ചിട്ടാണ് നമ്മൾ നിർത്തുന്നത്. കൊടുക്കുക, ആക്സിലേറ്റർ കൊടുക്കുക, ഞാൻ പറയാം, കൊടുക്ക്. ഇൻഡിക്കേറ്റഡ് ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുത്തില്ലേ? ഇനി നല്ല ആക്സിലേറ്റർ വിട്. ഇനി വലത്തേക്കാല് ബ്രേക്കിൻ്റെ ഇടയ്ക്ക് അങ്ങ് പോട്ടെ. ഇനി ക്ലച്ച് താഴോട്ട് ചവിട്ടിയ. ഇനി പതുക്കെ വണ്ടി എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് ഒന്ന് അടുപ്പിക്കുക. ഇങ്ങോട്ട് കൊണ്ടുവന്ന വണ്ടി പിന്നീട് എങ്ങോട്ടാക്കുക? അങ്ങോട്ടാക്കുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക? സ്ട്രെയിറ്റ് ചെയ്യുക. ഇനി വണ്ടി എന്താക്കണം? ക്ലച്ചും ബ്രേക്കും പൂർണ്ണമായി അമർത്തിയിട്ടല്ലേ ഉള്ളത്, ന്യൂട്രലാക്കുക. ഇനി ഹാൻഡ് ബ്രേക്ക് വലിച്ചല്ലേ? ഇനി ഓഫ് ചെയ്തിട്ട് നമ്മൾ ഓഫ് ആക്കണ്ട, ഓഫ് ചെയ്തിട്ട് ഇറങ്ങുക വേണ്ടത്. ഒന്ന് മുഖം കാണിക്കാം അല്ലേ? ഒന്ന് മുഖം കാണിച്ച് നിർത്തിക്കോ. മേഘയാണ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആണ് ഡ്രൈവിങ്ങിൽ. നമ്മൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അല്ലേ ക്ലച്ചിനെ പറ്റിയും ബ്രേക്കിനെ പറ്റിയും ആക്സിലേറ്ററിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തു. റോഡിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആണല്ലേ മേഘ? എങ്ങനെ തോന്നുന്നത്? കുഴപ്പമില്ലല്ലോ, ഇല്ല അല്ലേ? ഓക്കെ, നമുക്ക് വീഡിയോ ഇവിടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് ക്ലാസ് എടുക്കുന്ന ഒരാൾ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ ഭയമൊക്കെ ഉണ്ടാവും. എന്നാലും ഏറെക്കുറെ നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഈ വണ്ടി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു. ആ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കി ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഡ്രൈവിംഗ് വളരെ വേഗത്തിൽ റെഡി ആവാൻ പറ്റും എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ അല്ലേ വണ്ടി എത്രമാത്രം റെഡി ആകുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി വീഡിയോ നമുക്ക് വേണമെങ്കിൽ ഇടാം. ഓക്കെ, താങ്ക് യു.